ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പുതിയ നിയമ സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ ഏകദേശം 120 പേര് സെഗിയോൻ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. അവർ കാത്തിരുന്നതിൻ്റെ 10-ാം ദിവസം പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ പെന്തക്കോസ്ത് ദിനത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയുണ്ടായി. ആ അവസരം യെരൂശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുണ്ടായ ആ ശബ്ദകോലാഹലങ്ങളൊക്കെ കേട്ട് ഒരു വലിയ പുരുഷാരം ഓടി ഈ സെഗിയോൻ മാളികമുറിയിൽ വന്നുടനെ അവർ വിചാരിച്ചു ഇവർ വീഞ്ഞു കുടിച്ച് ബഹളം വെക്കുകയാണെന്ന്. ഉടനെ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങളാരും വീഞ്ഞു കുടിച്ചതല്ല, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങൾ സാക്ഷികളാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെയാണ് ഞങ്ങൾ പ്രാപിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ വന്നിരിക്കുന്ന യഹൂദന്മാർ ഒരു നല്ല പങ്ക് ആൾക്കാർക്ക് കുറ്റബോധമുണ്ടായി. അയ്യോ, ഞങ്ങൾ കർത്താവിനെ ക്രൂശിച്ചല്ലോ എന്ന കുറ്റബോധമുണ്ടായി. അതിന് പരിഹാരം വരുവാൻ അവർ പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പത്രോസ് മാത്രമല്ല, പത്രോസാണ് പ്രസംഗിച്ചതെങ്കിലും ബാക്കിയുള്ള 11 അപ്പോസ്തലന്മാരുടെ പത്രോസിനോടുകൂടെ എഴുന്നേറ്റ് നിന്നു. എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരുടെ മൊത്തമായിട്ടുള്ള ഉപദേശമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുടനെ പത്രോസ് അവരോട് പറഞ്ഞത്, ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയൊരു മാറ്റം ഉണ്ടാകുക എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ മാനസാന്തരപ്പെടണം. രണ്ടാമത് ഓരോരുത്തർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരോട് പറഞ്ഞു, വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് അകന്നുകൊള്ളണം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ മരണത്തിനും സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മത്തായി സുവിശേഷം തൻ്റെ അന്ത്യകൽപ്പനയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ അല്പം ആശയ വ്യത്യാസം അവിടെ വന്നു. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടല്ലോ, എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. അതിനകത്ത് എഴുതിയേക്കുന്നത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നാണ് കർത്താവായ യേശു പറഞ്ഞത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം വായിക്കുമ്പോൾ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ നോക്കിക്കോ, രണ്ടിടത്തെ പദപ്രയോഗം ശ്രദ്ധിക്കുമ്പോഴും സ്നാനത്തിന് മുൻപ് വിശ്വാസം നടന്നിരിക്കണം, സ്നാനത്തിന് മുൻപ് മാനസാന്തരം നടന്നിരിക്കണം. അങ്ങനെ മാനസാന്തരപ്പെട്ടവരെ വേണം സ്നാനപ്പെടുത്തേണ്ടത്. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യമേ സ്നാനമാണ് നടത്തുന്നത്, പിന്നെ വന്ന് മാനസാന്തരം വേണേ പെട്ടോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ സ്നാനപ്പെടുത്തിയിടാം, പിന്നെ വേണേൽ മാനസാന്തരപ്പെട്ടോട്ടെന്ന്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംഭവകഥ ഓർമ്മ വരികയുണ്ടായി. പണ്ട് 3 പേര് പന്നിയെ വെടിവെക്കുവാനായി പോയി. സന്ധ്യാസമയത്ത് പോയതാണ്. രാത്രിയിൽ ഇങ്ങനെ വനത്തിൽ ഒളിച്ചിരിക്കുകയാണ്, തോക്കുമായിട്ട് പോയിരിക്കുകയാണ്. 3 പേരും പന്നിയെ വെടിവെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ അന്ന് അതുവഴി പന്നിയൊന്നും വന്നില്ല. എല്ലാവരും നിരാശരായപ്പോൾ ഒരുത്തൻ പെട്ടെന്നൊരു വെടിവെച്ചു. വെടിവെച്ചപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എടാ പന്നിയെ ആണോടാ വെടിവെച്ചത്, പന്നി ചത്തോടാന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞ വാചകം ഇങ്ങനെ, ഞാൻ വെടിവെച്ചിട്ടേക്കുക, പന്നി വന്ന് കൊള്ളുന്നെങ്കിൽ കൊണ്ടോട്ടെ എന്ന്.
ഇതുപോലെയാണ്. ആദ്യമേ സ്നാനപ്പെടുത്തിയിട്ടിരിക്കുകയാണ്, പിന്നെ വന്ന് മാനസാന്തരപ്പെടുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടോട്ട്. ഞാൻ ചോദിച്ചാൽ കുളിച്ചിട്ടല്ലയോ തോർത്തുന്നത്? തോർത്തിയിട്ടാണോ കുളിക്കുന്നത്? ദൈവവനത്തിൽ എല്ലാറ്റിനും വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ തെറ്റിക്കുവാൻ ദൈവവനം പറയുന്നില്ല. എൻ്റെ ഈ ചെറിയ വചനത്തിൽ നിന്ന് ഒന്ന് അഴിക്കുകയോ അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് ഇതിന് വിരുദ്ധമായി പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴെങ്കിൽ എൻ്റെ വചനത്തോട് നീയൊന്നും കൂട്ടരുത്, എൻ്റെ വചനത്തിൽ നീയൊന്നും കുറയ്ക്കരുത്, ഞാൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ആശാരിക്ക് നീളം കൂടിയതുകൊണ്ട് മുഴക്കോലിൻ്റെ നീളം കൂട്ടരുത്, ആശാരിക്ക് നീളം കുറവായതുകൊണ്ട് മുഴക്കോലിൻ്റെ നീളം കുറയ്ക്കരുത്. അവനവൻ്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം. എൻ്റെ വചനത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, അവനെ കർത്താവ് വിസ്തരിക്കുമെന്ന് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ദൈവവചനത്തോട് കൂട്ടിയേർക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടിട്ട് വേണം സ്നാനപ്പെടണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണെങ്കിൽ, കൊച്ചു കുഞ്ഞിനെ പിടിച്ച്, എട്ടും പൊട്ട് പറയാൻ വയ്യാത്ത കുഞ്ഞിനെ പിടിച്ച് മാമോദീസ മുക്കരുത്. അവൻ മാനസാന്തരപ്പെട്ട ശേഷം മാത്രമേ അവനെ സ്നാനപ്പെടുത്താവൂ. അതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിന് ശേഷമുള്ള സ്നാനത്തെക്കുറിച്ച് മുൻപിന് കൂടാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പ്രസംഗിച്ച സ്നാനം തിരുവചന വെളിച്ചത്തിൽ ശിശുസ്നാനം തെറ്റോ ശരിയോ എന്ന വിഷയത്തെക്കുറിച്ച് 9 പാർട്ടുകളടക്കിയ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ കയറി വീവരും ജോർജ് കുട്ടി എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.